ചേട്ടാ, അതായത് നിങ്ങളോട് മുൻപ് പറഞ്ഞു രണ്ടുപേരെയും കൂടെ കൊലപ്പെടുത്താനുണ്ടെന്ന്. 23 മുതൽ 24 വരെ ഇവിടെ ഉണ്ടായി. ഏത് സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്? പിന്നീട് ഇതുപോലെ രണ്ടുപേരെ കൊന്നു എന്ന വിവരം നിങ്ങൾ അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഞാനത് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള ആളിനോടെയുള്ള ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചെന്നുള്ള കാര്യം ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയായിരുന്നില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സഹപ്രവർത്തകന്മാരെ നമ്മൾ പുള്ളിനെ കണ്ടത്. പുള്ളിൻ്റെ ഇങ്ങനത്തെ ഒരു എങ്ങനെ ചെയ്യുന്നുള്ള ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, അത്രേ ഉള്ളൂ. ആരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നോ? അതൊന്നും പറഞ്ഞില്ല. അയാളുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ വളർച്ച അതിന് താത്തിയവരെ ഞാൻ തട്ടും എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഒരെണ്ണം തട്ടിയിട്ട് ഇനി ഏട്ടണം കൂടി അത് തട്ടിയിട്ട് പോകുള്ളൂ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പോയത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇയാൾ എവിടെയായിരുന്നു താമസം? ഞങ്ങൾ അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അയാൾ വേറെ റൂമിൽ, ഞാൻ വേറെ റൂമിൽ. അത് തന്നെ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അയാളെ കുറിച്ച് അറിയില്ല. ഇവരെ കാണാൻ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുമായിരുന്നോ? അയ്യേ, പുള്ളി അങ്ങനത്തെ ആളൊന്നുമില്ല. അയാൾ ഒറ്റയ്ക്ക് തന്നെ പോകും. രാത്രി 1 മണിയാണെന്ന് വെച്ചാൽ അയാൾ പോകും. നാട്ടിൽ നിന്നൊക്കെ വരുമോ? അയാളെ അന്വേഷണം ഇവിടെ ആരും ഇന്നുവരെ ഒന്നുമില്ല. പുള്ളി മാസം 15-ാം തീയതി അയാൾ കേസുണ്ട് പറഞ്ഞു. അപ്പോൾ ആ കേസിന് പോകും. അപ്പം ഞാൻ ഈ ഒറ്റയ്ക്കാണ് ഇവിടെ ഞാൻ ഡ്യൂട്ടി നോക്കുന്നത്. പോയി കഴിഞ്ഞാൽ ഒരു 4 ദിവസം പുള്ളി ഇരുന്നിട്ട് ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരയ്ക്കും ഇതിൻ്റെ മെയിൻ കൺട്രോള് ഞാനാണ്. കേസ് ഒരു കൊലക്കേസ് എന്ന് മാത്രമാണോ പറഞ്ഞത്, അതോ ഡീറ്റെയിൽസ് പറഞ്ഞോ? ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞില്ല. ഒരു കൊലക്കേസ്, അയാൾ ജാമ്യത്തിൽ ഇറങ്ങി. അതിന് മാസം കേസുണ്ട്. 15-ാം തീയതി കേസുണ്ട്. ചില സമയത്ത് 15-ാം തീയതി വരും, ചിലപ്പോൾ 20-ാം തീയതി വരും. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച മുമ്പേ എന്നോട് പറയും, എടാ നീ ഇതൊന്ന് നോക്കണം കേട്ടോ, ഞാൻ വരുന്ന വരാൻ പറയും. അപ്പം നമ്മൾ ഈ ബന്ധത്തിൽ വരൽ ശരി, അടച്ചേട്ടൻ പൊക്കോ, ഞാൻ ഡ്യൂട്ടി നോക്കിക്കളയാൻ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ട്. അത്ര തന്നെ, അതല്ലാതെ വേറെ ഒന്നും എനിക്കതിനെ കുറിച്ച് അറിയില്ല. കൊലക്കേസിന്റെ ഭാഗമായിട്ട് പോവാന്നാണ് പറഞ്ഞത്. പോവാണ്. കേസുണ്ട്. എനിക്ക് കോടതി കേസുണ്ടാ, ഞാൻ പോവാണ് കേട്ടാ. എന്താട്ടാ, ഇനി 15-ാം തീയതി കേസാണ്, പോവാതെ എനിക്ക് വാറണ്ട് വരും എന്നൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ബാക്കി കാര്യം ഞാൻ ഇവിടുത്തെ കോറിൻ്റെ കാര്യം ഞാൻ നോക്കാം. ഒരാളെ കൊലപ്പെടുത്തിയ കേസാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെയാ കൊന്നേന്നൊന്നും ചോദിച്ചില്ല? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയല്ല അയാളുടെ സംസാരം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തത് അയാൾ സംസാരിക്കുന്ന രീതി വളരെ ഡിഫറൻ്റ് ആയിട്ടാണ്. അത് കാരണം കൂടി ഞാൻ അധികം ചോദിക്കില്ല. ഇങ്ങനെ ഒരു കേസുണ്ട് പറഞ്ഞാൽ ശരി, നിങ്ങൾ പോയിട്ട് വരും പറയും, അത്ര തന്നെ. അതോടെ ഞാൻ വിട്ടു. അല്ല, വേറെ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇയാള് വേറെ ആൾക്കാരുമായിട്ടൊന്നും അങ്ങനെ ബന്ധമൊന്നും വെക്കാറില്ല? അത് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ല, പുള്ളി ഒരു എന്താ പറയുക, ഒരു തീവ്രവാദിൻ്റെ ഒരു ലുക്കാണ് ചങ്ങയ്ക്ക്. ഇപ്പം ഞാൻ സാറും സംസാരിക്കുമാതിരി ഒരു മനുഷ്യത്വം അയാളുടെ മുഖത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അയാളൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ക്യാരക്ടർ അയാളിനോടൊന്നും അധികം കമ്മിറ്റ്മെൻറ്റ് ആരും വെക്കില്ല. ഇവിടെയുള്ളവരല്ല, വെളിയിലുള്ള ഡ്രൈവർമാരാണ് ശരി. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ചങ്ങാതി ഒരു എന്താ പറയുക, ഒരു കൊട്ടേഷൻ ടീമുകൾ എങ്ങനെ സംസാരിക്കും ആ രീതിയിലേക്കും അയാൾ പ്രകൃതം. അത് കാരണം കൊണ്ടൊന്നും നമ്മൾ അധികം കമ്മിറ്റ്മെൻറ്റ് വെക്കാറില്ല. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ശീലക്കാരനാണോ ചെന്താമര? ലഹരി അതൊന്നും അതാ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിൻ്റെ റൂമിൽ പോയി കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്നത് പോലും ഞാൻ പോകില്ല. എൻ്റെ ജോലിയുണ്ട്, ഞാനുണ്ട്, എൻ്റെ റൂമുണ്ട്, അതോടെ ശരി. അല്ലാതെ അയാളുടെ ലഹരി ഉപയോഗിക്കുമോ അയാൾ എന്ത് ചെയ്യുന്നു അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഡിസംബർ ലാസ്റ്റ് ഇവിടുന്ന് പണി നിർത്തിയിട്ടാണോ പോയത്, അതോ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്? പണി നിർത്തി പോയതാ പുള്ളി. അസുഖം വന്ന് പണി നിർത്തി പോയ ആളാണ്. എന്താ അസുഖം? അയാൾക്ക് വയറിളക്കം പിടിച്ചിട്ട് അസുഖം കൊണ്ട് പോയതാ പുള്ളി, ഔഷധിയായിട്ട് പോയതാ. പോണ സമയത്താണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ കൂടി ഇതുണ്ടാ, അത് ഞാൻ ചെയ്തിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി പോയത് അവസാനം. അതോടെ പിന്നെ പുള്ളി നമ്മളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ നെന്മാറക്കാരനായ ചെന്താമര എങ്ങനെയാ കൂടരഞ്ഞിയിലേക്ക് കുമ്പാറയിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അത് ഞാൻ ചോദിച്ചു. അത് പറഞ്ഞാൽ എനിക്ക് അയാളിനായിട്ട് അങ്ങനെ അടുപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ വരുന്ന കാലത്ത് പുള്ളി ഇവിടെ പോസ്റ്റിംഗ് ഉണ്ട്. ആ പോസ്റ്റിംഗ് ബന്ധങ്ങളെ എനിക്ക് അയാളുമായിട്ടുള്ളൂ. അല്ലാതെ പിന്നീടാണ് ഞാൻ ഒരു മാസമൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുമല്ലോ. അപ്പോൾ എവിടെയാണ് നിങ്ങൾ സ്ഥലം ചോദിച്ചപ്പോൾ നെന്മാറ പോത്തുണ്ടിയാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എനിക്ക്